സെലൻസ്കി ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. നാറ്റോ രാജ്യങ്ങളാണ് എന്ന് കരുതി എപ്പോഴും സുരക്ഷ ഉണ്ടാവുമെന്ന് കരുതി ആശ്വസിച്ചൊന്നും ഇരിക്കേണ്ട. നമുക്കറിയാമല്ലോ, നല്ല സുന്ദരമായ രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ. ആ യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള മുന്നറിയിപ്പാണ്. കാരണം കണ്ടില്ലേ ഉക്രൈൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെലൻസ്കി പറയുന്നത്, നിങ്ങൾ സുരക്ഷിതമാണെന്ന് കരുതണ്ട. പോളണ്ട് നേരെ ഉണ്ടായ ആക്രമണം, പോളണ്ടിൽ നേരെ കുറേ ഈ പറയുന്ന ഡ്രോണുകളാണ് വന്നത്. ഡ്രോണുകൾ വന്ന് ഒരു കുറേയൊക്കെ വെടിവെച്ചിട്ടു, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ പോയി. അപ്പോൾ ഇങ്ങനെ വന്നു എസ്തോണിയയുടെ മുകളിലേക്ക് യുദ്ധവിമാനങ്ങളെ പറപ്പിച്ചു. UK ചുറ്റും റഷ്യയുടെ ഡ്രോണുകൾ നിരന്തരം വലയം വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ നിരീക്ഷണ ഡ്രോണുകളെ ഇങ്ങനെ അയക്കുന്നത്? എന്തായാലും സമുദ്രാതിർത്തി പലതവണ ലംഘിക്കുകയും ചെയ്തു. UK മിണ്ടിയിട്ടില്ല. കാരണം UK റഷ്യയും എന്നുള്ളത് നമുക്ക് ചരിത്രം പഠിച്ചതുകൊണ്ട് അറിയാം, പരമ്പരാഗത വൈരികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലത്തും ശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെലൻസ്കി പറയുന്ന ഒരു കുറ്റപ്പെടുത്തലാണ്. ആരെ കുറ്റപ്പെടുത്തുന്നത്? പുടിനെ. പക്ഷേ ഈ കുറ്റപ്പെടുത്തലിൻ്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്നത് ട്രംപാണ്. ഇവനെ വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്രയേറെ അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. 1940കളിൽ സംഭവിച്ചത് ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങുന്നു. അതല്ലേ മാഷെ കാണേണ്ടത്? പലരും പല ദിവസങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് 1940കൾ ആവർത്തിക്കാനുള്ള സാധ്യത. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു പുതിയ പതിപ്പ് അല്ലെങ്കിൽ ഒരു ന്യൂ എഡിഷൻ എപ്പോൾ തുറക്കും എന്നുള്ളതാണ് യുദ്ധചർച്ചകളിലൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഒരു 2 കൊല്ലം മുമ്പൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. 2 കൊല്ലം കൊണ്ട് ഈ ലോകരാഷ്ട്രീയം തന്നെ വല്ലാതെ മാറി. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അമേരിക്കയുടെ സ്റ്റാൻഡാണ്. അമേരിക്കയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റാൻഡാണ്. ട്രംപ് ഇതുവരെ അമേരിക്ക തുടർന്നു പോന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ തുടരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ എല്ലാം സങ്കടത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സെലൻസ്കി അങ്ങനെ സംസാരിച്ച് അതുകൊണ്ടാണല്ലോ. സെലൻസ്കി അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാണ് റഷ്യയുമായിട്ട് യുദ്ധത്തിന് പോയത് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. എല്ലാ സഹായങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപും അതേപോലെ തന്നെ നാറ്റോ ശക്തികളുമൊക്കെയാണ്. നാറ്റോ സൈനിക ശക്തി എന്ന് പറയുന്ന ഒരു സൈനിക ശക്തി മാത്രമേ ഇപ്പോൾ ലോകത്തുള്ളൂ, മറ്റൊന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നത് സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ശക്തിയായിരുന്നു. അത് സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി അതില്ലാതായിപ്പോയി. പക്ഷെ അതിൻ്റെ പകരം അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ റഷ്യ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. റഷ്യയാണ് പോളണ്ടിനെ ആക്രമിച്ചത്. എസ്തോണിയയുടെ മുകളിൽ യുദ്ധവിമാനങ്ങൾ പറത്തിയ റഷ്യയാണ്. ബ്രിട്ടന് ചുറ്റുമായിട്ട് ഡ്രോണുകളുടെ വലിയ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യയാണ്. ഈ റഷ്യയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ലേ? റഷ്യ ചോദ്യം ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ റഷ്യ ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ശക്തികൾ നിശബ്ദരായിരിക്കുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. അതുകൊണ്ട് നാറ്റോ രാഷ്ട്രങ്ങളെ ഏറ്റവും സുന്ദരവും സുഖകരമായിട്ടുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴാണ് ദുരിതങ്ങളുണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സുരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് സോപ്പ് കുമിള പോലെ പൊട്ടാനുള്ളതാണ്. അത് പൊട്ടിക്കാനായിട്ട് പുട്ടിന് കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം എൻ്റെ സ്ഥിതി പരിശോധിക്കൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി, യുക്രൈൻ്റെ സ്ഥിതി പരിശോധിക്കൂ. നിരന്തരമായി ഞങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രതിരോധം നൽകാം, ആയുധം നൽകാം എന്ന് പറഞ്ഞ ആളുകൾ അതൊന്നും തരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലാപത്തിലുണ്ടായിരുന്നത്. ആരാണ് തരേണ്ടത്? അത് ട്രംപാണ് തരേണ്ടത്. ട്രംപ് അത് തരുന്നില്ല. അങ്ങനെ ട്രംപിന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായിരിക്കാം എന്ന് കരുതണ്ട എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അതുപോലെ യുദ്ധം ചെയ്ത് മടുത്തു ഉക്രൈന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകവും പ്രത്യേകതയുള്ളൊരു കാര്യം. കാരണം യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തുക, വെടിനിർത്തലിലേക്ക് പോവുക, ഇതാണ് ഉക്രൈൻ്റെ ആവശ്യം. സെലൻസ്കി അതാണ് ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങൾക്കിനി ഇത് വേണ്ട, ഇതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് റഷ്യയാണ്. റഷ്യക്ക് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം പിടിച്ചടക്കണം. ആ പൈപ്പ് ലൈനുകൾ, യൂറോപ്പിലേക്ക് ഇന്ധനം ഒഴുകുന്ന പൈപ്പ് ലൈനുകളുണ്ട്, അത് സംരക്ഷിക്കണം. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ട് റഷ്യ നിരന്തരമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന റഷ്യയെ കൊണ്ട് ഈ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ഈ പറയുന്ന ട്രംപ് തയ്യാറാവുന്നേയില്ല. ഇതാണ് സെലൻസ്കിയുടെ പരാതി എന്ന് പറയുന്നത്. സെലൻസ്കി അങ്ങനെ പരാതി പറയും. കാരണം സെലൻസ്കിയുടെ ഒറ്റയ്ക്കുള്ള ഒരാഗ്രഹത്തിന് പുറത്ത് തുടർന്നു പോകുന്ന യുദ്ധമല്ല ഉക്രൈൻ റഷ്യ യുദ്ധം എന്നുള്ളത്. സെലൻസ്കി അങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ പിന്നിൽ നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം അണിനിര നിൽക്കുന്നു. അവർ ആവശ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുന്നു, സഹായിക്കുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും ആവശ്യത്തിന് ആയുധങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ സെലൻസ്കി എത്തുകയാണ് ചെയ്യുന്നത്. യുദ്ധമല്ലെങ്കിൽ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയും?
യുദ്ധം മടുപ്പിലേക്ക് കൊണ്ടുപോകും. പട്ടാളക്കാരൊക്കെ മടുത്ത് അവരുടെ പണി നോക്കി പോകും. എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട് പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടി പോകാൻ വരെയുള്ള സാധ്യത ഉണ്ട്. അതൊരു പട്ടാളത്തിലല്ല, റഷ്യൻ പട്ടാളത്തിന് ഈ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം നീണ്ടുപോകുന്നതായിട്ടുള്ള യുദ്ധങ്ങളെന്ന് പറയുന്നത് മടുപ്പുകൾ നിർമ്മിക്കുകയും യുദ്ധത്തിൽ നിന്ന് ഒരു ദിവസം പല യോദ്ധാക്കളും അപ്രത്യക്ഷമാകുന്ന കാഴ്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, അതായത് ഒരു ദിവസം വെറുതെ ഈ പട്ടാളക്കാരൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ തോറ്റുപോയി എന്ന് സ്വയം പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് സെലിൻസ്കി എത്തേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നത്. ഒരു തരത്തിലും അവരെ സഹായിക്കേണ്ടതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്നില്ല. ഉത്തരവാദിത്വമില്ലായ്മ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരുതരം അവർക്ക് ഒരു അനാഥത്വം ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ചൂണ്ടിയിട്ടാണ് പറഞ്ഞ് പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? എസ്റ്റോണിയെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിമാനങ്ങൾ പാറിപ്പറന്നപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തത്? ഒന്നും ചെയ്തില്ലല്ലോ. ഇനി ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള യുദ്ധങ്ങളുണ്ടായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. എന്നുവെച്ചാൽ ട്രംപിനെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് അതിശക്തമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ ടേബിളിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചു നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വെസ്റ്റ് ഏഷ്യയുടെ കാര്യം, പടിഞ്ഞാറൻ ഏഷ്യ വലിയ തോതിലുള്ള അങ്കലാപ്പിലാണ്. ഇവിടെ സെലൻസ്കിക്ക് എങ്ങനെയാണോ അമേരിക്കയുടെ മേലുള്ള ട്രംപിന് മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്, അതുപോലെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ. ഞങ്ങളുടെ സൈന്യത്തെ നിങ്ങൾ തീറ്റിപ്പോറ്റു, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ തരാമെന്ന് പറഞ്ഞ് സൈന്യത്തെ അമേരിക്ക കൊണ്ടിറക്കിയ രാജ്യങ്ങളാണ് സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ഒമാന്, സകല രാജ്യങ്ങളിലും കൊണ്ടിറക്കി. ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്ക ചെന്നിറങ്ങി. ഇറങ്ങാത്ത 2 രാജ്യങ്ങളേ ഉള്ളൂ, ഒന്ന് ഇറാഖും ഇറാനുമാണ്. അതിൻ്റെ വിലയാണ് ഇറാഖ് കൊടുക്കേണ്ടി വന്നത്, ഇറാൻ ദാ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലെല്ലാം ഇവർക്ക് ബോധ്യപ്പെട്ടു, ഈജിപ്തിനടക്കം ബോധ്യപ്പെട്ടു, ഇവരിപ്പോൾ തന്നെത്താനെ ചേർന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു സൈനിക സഖ്യം ഉണ്ടാക്കുന്നു, ഒരു അറബ് നാറ്റോ ഉണ്ടാക്കുന്നു. അതിൽ പാകിസ്ഥാനെയും ക്ഷണിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയാണ് ഈ പറയുന്ന സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. കാരണം ആണവായുധമുള്ള ഏക ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. അതിനെ ഒപ്പം നിർത്തിയാൽ തങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്നൊരു വിചാരത്തിലാവണം അത് ചെയ്തത്. പക്ഷേ അവിടുത്തെ ആണവായുധങ്ങൾ മൊത്തം അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. അതിൻ്റെ കമ്പ്യൂട്ടർ അമേരിക്കയുടെ കയ്യിലാണ്, അമേരിക്കൻ മിലിറ്ററി ജനറലിൻ്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. എന്തായാലും സുരക്ഷിതമല്ല തങ്ങൾ. സെലൻസ്കി ഇന്ന് പറഞ്ഞത്, ഇന്നലെ തന്നെ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ സ്വന്തമായിട്ടൊരു കൂട്ടായ്മ രൂപീകരിക്കണം. ഈ കൂട്ടായ്മകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കോൾഡ് വാർ അറയിൽ ഉണ്ടായതുപോലെയുള്ള കൂട്ടായ്മകളിലേക്കാണ് പോകുന്നത്. അത് വലിയ ഭീഷണിയാവില്ലേ സമൂഹത്തിന്, ലോകത്തിന്? തീർച്ചയായിട്ടും അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അളമുട്ടിയാൽ എന്താണ് ചെയ്യണത്? കടിക്കേണ്ടി വരും. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പൊതുസ്ഥിതി ഇതാണ്. നേരത്തെ അവർ കരുതിയിരുന്നത് അമേരിക്കയ്ക്ക് അവർക്ക് സൈന്യതാവളം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പട്ടാളക്കാരെ തീറ്റിപ്പോറ്റുക, വേണമെങ്കിൽ കുറേ നികുതിപ്പണമായിട്ട് കുറേ പണവും കൊടുക്കുക, എണ്ണയും കൊടുക്കുക, എങ്കിലും സുഖമായി ജീവിക്കാലോ എന്ന് കരുതിയാണ് ഈ കുവൈറ്റും സൗദി അറേബ്യയും ഒക്കെ അമേരിക്കയുടെ അല്ലെങ്കിൽ ഖത്തർ അടക്കമുള്ള ആളുകൾ അമേരിക്കയ്ക്ക് സൈന്യതാവളങ്ങൾ ഒരുക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഖത്തർ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഖത്തറിൽ നിന്ന് ഇസ്രായേലിൻ്റെ ബോംബുകൾ വീണോ? ആ വീഴാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക പറയാണ് ഇട്ടോടെ ബോംബെന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെ നെറിവില്ലായ്മയുടെ ഒരു ഭരണകൂടം പോലുമായിട്ട് ട്രംപിൻ്റെ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കൂടെ നിന്ന് സുഹൃത്തെന്ന നിലക്ക് നിന്ന് ഒരുമിച്ച് പോരാടുന്നതെന്ന് പറഞ്ഞ് ഒരുമിച്ച് സഹായിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇനി എന്താണ് സ്ഥിതിയെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ കൂടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവരും കൂടി ഒരുമിച്ച് തരാം എന്ന് വെച്ചാൽ ലോകം വർഗീയമായി ധ്രുവീകരിക്കപ്പെടുന്നതെന്നാണ് അതിനകത്ത്. ഒരു മുസ്ലിം ധ്രുവം വലിയ അപകടമാണ്. അത് വലിയ അപകടമാണ്. പിന്നെ ഒരു ക്രിസ്ത്യൻ ധ്രുവം. പഴയ കാലത്ത് നമ്മുടെ കുരിശുയുദ്ധം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പുതിയ രൂപമാണ്. പഴയ രീതിയിൽ അതൊരിക്കലും ആവർത്തിക്കില്ല. പക്ഷേ പുതിയ രീതിയിൽ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ 3-4 ലോക യുദ്ധം തന്നെയാണ്. അതിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പറയാനൊന്നും കഴിയില്ല. കാരണം ഈ ആയുധങ്ങൾ കാശ് കൊടുത്താൽ ഇവർക്ക് കൊടുക്കണം എല്ലാവർക്കും. ഇവർക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടൊക്കെ. അങ്ങനെ എല്ലാവരും ആയുധം വാങ്ങിക്കൂട്ടി കഴിഞ്ഞാൽ ഇത് പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതെടുത്ത് പ്രയോഗിക്കാനായിട്ട് തുടങ്ങും. അതിനുള്ള പരിശീലനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈന്യ ഉടമ്പടിയുടെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലേക്ക് പാകിസ്ഥാനിലെ പട്ടാളക്കാരെ പരിശീലനം കൊടുക്കുക, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പട്ടാളക്കാർക്ക് പരിശീലനം കൊടുക്കുക. സൗദി അറേബ്യയുടെ പട്ടാളം എന്നൊക്കെ പറഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് മിക്കവാറും പരിശീലനം നേടുന്നത് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാർ തന്നെയാണ്. അങ്ങനെ പരിശീലനം നേടിയ ആളുകൾ കുറേ കഴിയുമ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോകത്തിൻ്റെ സ്ഥിതിയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഗാസയുടെ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഉറുമ്പ് പോലുമില്ല അവിടെ. അതെ, എല്ലാത്തിനും തെറിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് സാധാരണ ബോംബുകളൊക്കെ ഇട്ടിട്ടാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ആറ്റം ബോംബും അതേപോലുള്ള സംഭവങ്ങളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി ലോകത്തിൻ്റെ? ലോകത്ത് മനുഷ്യരുണ്ടാവാത്തൊരു സ്ഥിതിയിലേക്ക് വരും.
ഇപ്പോൾ ഒന്ന് വർഗീയ ധ്രുവീകരണം നടക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലേക്കുള്ള അക്രമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കെടുതികളുണ്ടാവും എന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് കഴിയില്ല. എന്തായാലും വളരെ മോശമാണ് കാര്യങ്ങളെന്ന് സെലൻസ്കി വിളിച്ചു പറയുകയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.